അസ്സലാമു അലൈക്കും. ഹിബാസ് ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ചെറിയതായിട്ട് ഏൺ ചെയ്യണം, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്ന ആൾക്കാരും പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു പോക്കറ്റ് മണി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി പറയട്ടെ. ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഹെയർ ബാൻഡാണ്. അപ്പം അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മുമ്പേ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ക്ലോത്ത്സ് ആണ് വേണ്ടത്. എന്ത് ക്ലോത്ത് ആണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ബുട്ടീക്ക് ഉള്ളത് കൊണ്ട് കുറേ കട്ട് പീസസ്, വേസ്റ്റ് കട്ട് പീസസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ കട്ട് പീസസ് ഒന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് നിങ്ങളുടെ സറൗണ്ടിങ്സിലേക്ക് തയ്യൽ കട എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവിടെ 1-2 കടയിൽ പോയിട്ട് പറഞ്ഞു വെക്കുക. കുറേ പേര് ഇതൊന്നും യൂസ് ചെയ്യില്ല, വേസ്റ്റായിട്ട് കളയുന്നതായിരിക്കും. അപ്പോൾ അവർക്കും നമ്മളത് എടുത്തുകൊണ്ട് വരുമ്പം അവർക്കത് കളയണ്ടല്ലോ, അത് ഒഴിവാക്കിയ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മുമ്പേ പറഞ്ഞു വെക്കുക ഇതുപോലത്തെ വേസ്റ്റ് ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു 1 വീക്ക് 2 വീക്സ് അങ്ങനെ കഴിയുന്ന സമയത്ത് പോയിട്ട് എടുത്തിട്ട് വരിക. അപ്പോൾ അവിടെ ആകുമ്പോൾ വെറൈറ്റീസ് ഓഫ് ക്ലോത്ത്സ് ഉണ്ടാവും. ഓർഗൻസ, നെറ്റ്, കോട്ടന്, സാറ്റിന്, അതുപോലെയല്ല. അപ്പോൾ നിങ്ങളത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വേണ്ട, അതായത് അത്യാവശ്യം ലെങ്ത്തും വീഴ്ത്തൊക്കെയുള്ള ക്ലോത്ത് നിങ്ങൾ കളക്ട് ചെയ്ത് എടുത്തു വെക്കുക. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ 5 പൈസ ചിലവില്ല. നിങ്ങളൊന്ന് കടയിലൊന്ന് പറഞ്ഞു വെച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എലാസ്റ്റിക് മാത്രം, അതിന് മാത്രം നമ്മളിതിന് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ, സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ പറയാം, സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് അത്യാവശ്യം പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബിസിനസ് ഐഡിയയാണ് സ്ക്രഞ്ചീസ് മേക്കിംഗ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് അറിയണമെന്നില്ല. കുറേ ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോലും അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മുന്നോട്ടുള്ള വീഡിയോ. ഇത് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വേസ്റ്റ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. എനിക്ക് 2 കളേഴ്സിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ലൈറ്റ് ലാവൻഡറിലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബാലൻസ് വേസ്റ്റ് ക്ലോത്താണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടൊന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളിത് വേസ്റ്റിൽ ചുരുട്ടിക്കൂട്ടി ഇട്ടിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ച് വിടുത്തും അതുപോലെ തന്നെ 35 ഇഞ്ച് ലെങ്ത്തിലുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്തും വിടുത്തൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല കേട്ടോ. ഇൻ കേസ് കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയാലും അതുപോലെ തന്നെ വിടുത്ത് കൂടിപ്പോയാലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം നമ്മളിത് എലാസ്റ്റിക് ഇട്ടത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ ലെങ്ത്തും വിടുത്തൊന്നും കൂടിയത് ആർക്കും അറിയാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പം ഓരോ സൈസിൻ്റെയും ഒരേ ലെങ്ത്തും വിഡ്ത്തിലും ചെയ്യുക. അതായത് നമ്മൾ സ്മോള്, ലാർജ്, മീഡിയം, എക്സ്ട്രാ ലാർജ് അങ്ങനെ വേറെ വേറെ സൈസിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം അതിനനുസരിച്ചിട്ടുള്ള സൈസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്മോളിൽ വേറെ വേറെ ലെങ്ത്തും വിഡ്ത്തിലും ചെയ്യുമ്പം അത് അങ്ങനെ ഈവനായിട്ട് ഉണ്ടാവില്ല, ഒരേപോലെ ഉണ്ടാവണമല്ലോ കാണാനായിട്ട്. അതുകൊണ്ടാണ്. അപ്പം ബ്ലാക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ലാവൻഡറും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെ സെല്ല് ചെയ്യുന്നതായിരിക്കും അല്ലേ ആഗ്രഹിക്കുന്നത്. ആദ്യമൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 5-6 ഉണ്ടാക്കിയാലേ പെർഫെക്റ്റായിട്ട് വരുള്ളൂ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോഴൊന്നും അത്രയും പെർഫെക്റ്റായിട്ട് വരണമെന്നില്ല. 1-2 ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് വന്നില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അത് വിട്ട് കളയരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുക. ഒരു 10 ഉണ്ടാക്കുമ്പോഴേക്ക് നല്ല പ്രാക്ടീസ് ആവും ചെയ്യും. അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-2 ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പിന്മാറരുത്. എന്തായാലും നന്നായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ 5 ഇഞ്ച് വീഴ്ത്തും അതുപോലെ തന്നെ
35 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ആദ്യം ഉണ്ടാക്കുന്നതൊക്കെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക. കാരണം നമുക്ക് അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങുക. അതുപോലെ തന്നെ അടുത്തുള്ള ഫാൻസി കട അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെറിയ ഒരു പ്രോഫിറ്റ് വെച്ചിട്ട് സെല് ചെയ്ത് തുടങ്ങുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് പിന്നെ നല്ല ഓർഡർ കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം അകത്തോട്ടാക്കിയിട്ട് ഇങ്ങനെ 2 എഡ്ജസിലും ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 എഡ്ജസും വെച്ചിട്ടാണ് കേട്ടോ, കൂട്ടി പിടിച്ചിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു മെത്തേഡ് എനിക്ക് നന്നായിട്ട് കാണിച്ചു തരാൻ അറിയാം, പക്ഷേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്രോസ് ആയിട്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം അടിയിലോട്ടാക്കിയിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് വെച്ചിട്ട് ആ 2 ഭാഗവും ഇതുപോലെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിലുള്ള ക്ലോത്ത് നന്നായിട്ട് അകത്തോട്ട് ഇരിക്കണം കേട്ടോ, കാരണം അത് നമ്മൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത്. പിന്നെ നമുക്കിത് അടിമറിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് അലവൻസ്, സീം അലവൻസ് വിട്ടിട്ട് ഫുള്ള് ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഭയങ്കര ഈസി മെത്തേഡാണ് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, 1-2 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. ഞാൻ കുറേ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതാണ് എനിക്ക് ഒരുപാട് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ എഡ്ജസ്റ്റ് കറക്റ്റായിട്ട് സ്ട്രൈറ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാതെ വിടുക, കാരണം അത് നമുക്കിതുപോലെ അടിമറിച്ചെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഞാനൊരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ആ പിന്നെ ഹോളിലൂടെ നമുക്കിങ്ങനെ കൈവച്ച് പുഷ് ചെയ്താൽ അകത്തുള്ള ആ പോർഷൻ നമുക്ക് കിട്ടും. അതിങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. ഞാൻ കാണിക്കുന്നത് നിങ്ങൾ ഫോളോ ചെയ്തോളൂ. ഞാൻ പറയുന്നതിനേക്കാളും ഞാൻ അവിടെ കാണിക്കുന്നത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. അപ്പം മനസ്സിലാവും. ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ചെടുത്താൽ നമുക്കിത് അടി മറിഞ്ഞ് കിട്ടും, നല്ല വശം മേലോട്ടായിട്ട് കിട്ടും. അതുപോലെ ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഫ്ലാറ്റായിട്ടുള്ള 1/4 ഇഞ്ചിൽ ഒരു ഫ്ലാറ്റായിട്ടുള്ള എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് റൗണ്ടായിട്ടുള്ളതൊക്കെ കിട്ടും, അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ വള്ളിയൊക്കെ ഇട്ട് കൊടുക്കൂലേ, അതുപോലെ ഇങ്ങനെ പിന്നെ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തൂടെ ഇട്ടിട്ട് ആ ഹോളുണ്ടല്ലോ അതിൻ്റെ അടുത്ത ഭാഗത്തൂടെ ഇങ്ങനെ പുറത്തെടുക്കുക. അത് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ, നിങ്ങൾ എല്ലാവരും ചുരിദാറിൻ്റെ വള്ളിയൊക്കെ ഇടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാവും. ഇപ്പം ഞാൻ 2 സൈഡിൽ നിന്ന് ഇതുപോലെ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പം പിടിക്കണം കേട്ടോ, കാരണം എലാസ്റ്റിക് ചെറുതായതുകൊണ്ട് നമ്മൾ ഒരു സൈഡിലൂടെ വലിക്കുമ്പോൾ മറ്റേ സൈഡിലൂടെ അകത്ത് പോവും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് 2 എഡ്ജസും വെച്ചിട്ട് ചെറുതായിട്ട് റഫ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കെട്ടി റൗണ്ട് എലാസ്റ്റിക് ആണെങ്കിൽ കെട്ടിയാൽ മതി. ഇത് ഫ്ലാറ്റ് ആയതുകൊണ്ട് കെട്ടിയാൽ അവിടെ ഒരു മുഴ പോലെ കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ റഫ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഉള്ളിലിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കുറച്ചേ ഉള്ളൂ, ഒരു 1/4 ഇഞ്ച് നമുക്കിങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒരുപോലെ വെച്ചിട്ട് മെല്ലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളായ മെത്തേഡാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.